കുന്നമംഗലം സീറ്റിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലി മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ രൂക്ഷമായ ഭിന്നത. പി.കെ. ഫിറോസിനെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടിയിൽ നടക്കുന്ന നീക്കങ്ങളാണ് സമസ്തയെ പ്രകോപിപ്പിച്ചത്. സമസ്തയെ അനുനയിപ്പിക്കാൻ ലീഗ് നേതൃത്വം ശ്രമം തുടരുകയാണ്. സുന്നി നിലപാടുകളെ വിമർശിച്ച പി.കെ. ഫിറോസിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് SKSSF നേരത്തെ മുസ്ലിം ലീഗിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കുന്നമംഗലം സീറ്റിലേക്ക് പി.കെ. ഫിറോസിന്റെ പേരാണ് ഉയർന്നു വന്നത്. പി.കെ. കുഞ്ഞാലിക്കുട്ടി ഫിറോസിനായി ശക്തമായി രംഗത്ത് വരികയും ചെയ്തു. ഫിറോസ് മത്സരിച്ചാൽ AP വിഭാഗത്തിന്റെ വോട്ട് കൂടി ലഭിക്കുമെന്നും വിജയിക്കാനാകുമെന്നുമുള്ള വിലയിരുത്തലാണ് ലീഗിനുള്ളത്. എന്നാൽ ഫിറോസിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്നാണ് സമസ്തയുടെ ആക്ഷേപം. അതുകൊണ്ടുതന്നെ ഫിറോസിനെ അംഗീകരിക്കില്ലെന്ന ശക്തമായ നിലപാട് സമസ്ത സ്വീകരിച്ചു. ഹൈദരലി ശിഹാബ് തങ്ങളും ET മുഹമ്മദ് ബഷീറും സമസ്തയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. MC മായിൻ ഹാജി, ജബ്ബാർ ഹാജി എന്നിവർക്ക് സീറ്റ് നൽകണമെന്ന സമസ്തയുടെ ആവശ്യം ലീഗ് നിരസിച്ചിരുന്നു. ഇതും ഫിറോസിന്റെ കാര്യത്തിൽ സമസ്ത നിലപാട് ഘടിപ്പിക്കുന്നതിന് കാരണമായി. പി.കെ. കുഞ്ഞാലിക്കുട്ടി ഫിറോസിനായി രംഗത്ത് വരികയും സമസ്ത എതിർപ്പുയർത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഹൈദരലി ശിഹാബ് തങ്ങൾ കടുത്ത സമ്മർദ്ദത്തിലാണ്. യൂത്ത് ലീഗിലെ പ്രബല വിഭാഗവും ഫിറോസിനെതിരെ രംഗത്തുണ്ട്. ഫിറോസിനുള്ള എതിർപ്പ് മറികടക്കാനായില്ലെങ്കിൽ കുന്നമംഗലം സീറ്റ് കോൺഗ്രസുമായി വെച്ചുമാറാൻ മുസ്ലിം ലീഗ് തയ്യാറാകുമെന്നാണ് സൂചന. MK ഷുക്കൂർ, മീഡിയ 1, കോഴിക്കോട്.